നമുക്കിഷ്ടമുള്ള എന്തും ദേവന്റെ മുന്നിൽ ആദ്യം സമർപ്പിക്കുക. എന്നിട്ട് പ്രധാന ദേവതയെ വണങ്ങിയ ശേഷം പ്രദക്ഷിണം ചെയ്യേണ്ടതാണ്. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നമ്മുടെ ജന്മജന്മാന്തര ശാപാദി പാപങ്ങളെല്ലാം ദേവതയുടെ ചൈതന്യത്തിലേക്ക് ലയിക്കുന്നു. അങ്ങനെ നമ്മൾ പാപവിമുക്തരാകുന്നു. എന്നിട്ട് വീണ്ടും പോയി പാപം ചെയ്യാമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ഇത്രയും നാളത്തെ പാപങ്ങളെല്ലാം അതോടുകൂടി ശമിക്കുന്നു. പ്രദക്ഷിണം ചെയ്യുമ്പോൾ ശിവന് 3 പ്രദക്ഷിണവും ദേവിക്ക് 3 പ്രദക്ഷിണവും മഹാവിഷ്ണുവിന് 4 പ്രദക്ഷിണവും സ്വാമി അയ്യപ്പന് 5 പ്രദക്ഷിണവും മുരുകന് 6 പ്രദക്ഷിണവുമാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ശരിയായ രീതിയിൽ പ്രദക്ഷിണം ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ആത്മസംതൃപ്തി ലഭിക്കുന്നു. പ്രദക്ഷിണത്തിന് ശേഷം വീണ്ടും പ്രധാന ദേവതയുടെ മുന്നിൽ വന്ന് പൂർണ്ണമായും ആണുങ്ങളാണെങ്കിൽ സാഷ്ടാംഗം നമസ്കരിക്കുക, സ്ത്രീകളാണെങ്കിൽ ദണ്ഡ നമസ്കാരം മുട്ടുകുത്തി നമസ്കരിക്കുക, പ്രധാന ദേവനെ നമസ്കരിക്കുക. നമസ്കരിക്കുന്നത് നമ്മുടെ പൂർണ്ണമായ സമർപ്പണത്തിനാണ്. നമ്മുടെ ശരീരം പൂർണ്ണമായും ഭഗവാന് സമർപ്പിക്കുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മൾ നമസ്കരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പാപങ്ങളും ശാപാദികളുമെല്ലാം അതോടുകൂടി ദേവൻ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. പ്രദക്ഷിണത്തിനും നമസ്കാരത്തിനും ശേഷം നമ്മൾ നല്ലപോലെ ഭഗവാനെ തൊഴുത് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അതിനുശേഷം അമ്പലം വിടുന്ന ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് തൊട്ട് മുന്നേ മാത്രമേ പ്രസാദവും തീർത്ഥവും വാങ്ങി സേവിക്കാൻ പാടുള്ളൂ. തീർത്ഥം സേവിച്ചു കഴിഞ്ഞ് വീണ്ടും ഭഗവാനെ തൊഴാൻ ചെന്നാൽ അത് അശുദ്ധിയായി. കാരണം നമ്മൾ തീർത്ഥം കുടിക്കുമ്പോൾ കൈ ചുണ്ടിൽ മുട്ടി വീണ്ടും അശുദ്ധിയാകുന്നു. അല്ലെങ്കിൽ കൈ ചുണ്ടിൽ മുട്ടാതെ തീർത്ഥം സേവിക്കേണ്ടതാണ്. ക്ഷേത്രം വിടുന്നതിന് തൊട്ടു മുന്നേ മാത്രമേ പ്രസാദം സ്വീകരിക്കാൻ പാടുള്ളൂ. അങ്ങനെ ക്ഷേത്രത്തിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം പ്രസാദം നമുക്ക് കഴിക്കാവുന്നതാണ്. ഇങ്ങനെയാണ് ശരിയായ രീതിയിൽ ക്ഷേത്ര ദർശനം നടത്തേണ്ടത്.